ഒരുപാട് സന്തോഷം, അഭിമാനം, അതിനേക്കാളൊക്കെ ഒരുപാട് ആശ്വാസമുണ്ട്. എനിക്ക് തോന്നുന്നു സമീപകാലത്ത് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കാണുന്ന സമയത്ത് അദ്ദേഹം ബാറ്റിങ്ങിനെ സമീപിക്കുന്ന രീതി അല്ലെങ്കിൽ മത്സരങ്ങൾ ജയിപ്പിക്കുന്ന രീതിയൊക്കെ കാണുന്ന സമയത്ത് ക്രിക്കറ്റ് ആരാധകൻ പോലെ എനിക്കും തോന്നിയിരുന്നു ഇപ്പോഴില്ലെങ്കിൽ ഇനി എപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സഞ്ജുവിനെ ടീം ഇന്ത്യക്ക് ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളത്. ഈ സമയത്ത് ഈ വേൾഡ് കപ്പിലേക്ക് സഞ്ജുവിന് ഇടം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് സഞ്ജുവിന്റെ നഷ്ടത്തിനേക്കാൾ കൂടുതൽ ടീം ഇന്ത്യയുടെ നഷ്ടമായിരിക്കും എന്നാണ് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഭാഗ്യത്തിന് സഞ്ജുവിന് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടാകുന്നില്ല. ടീം ഇന്ത്യൻ സെലക്ടേഴ്സ് സഞ്ജുവിന്റെ പ്രതിഭയും അദ്ദേഹത്തിന്റെ പക്വതയും എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണയുണ്ട്. അദ്ദേഹത്തിന് ആദ്യ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തുന്ന ഒരു പക്ഷേ ആദ്യ 11ലും അദ്ദേഹം എത്തിപ്പെടാൻ നമ്മൾ അത്ഭുതപ്പെട്ടില്ല. കാരണം അത്തരത്തിലുള്ള മികച്ച ഫോമും ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പക്വതയും തീർച്ചയായിട്ടും ടീം ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നുള്ളത് യാതൊരു സംശയമില്ല. തന്നെയാണ് വെസ്റ്റ് ഇൻഡീസിലെ സാഹചര്യങ്ങൾ സഞ്ജുവിന് അത്ര കണ്ട് ഇന്ത്യയിലെ സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ടൊക്കെ ഒരു സാമ്യത ഉള്ളത് കൊണ്ട് തന്നെ സഞ്ജുവിന് മികച്ച പെർഫോമൻസ് നടത്താൻ കഴിയും. തുടക്കത്തിലെ മത്സരങ്ങളിലൊക്കെ മികച്ച പെർഫോമൻസ് നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്, അല്ലേ? അല്ല, അവിടുത്തെ വിക്കറ്റ്സ് പൊതുവെ പലപ്പോഴും ഇത്തിരി സ്ലോ ആയിട്ടുള്ള വിക്കറ്റ്സ് ആണ്. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സെലക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നും ഈ പവർ പ്ലേ ഓവറുകൾക്ക് ശേഷം പലപ്പോഴും ഒരേ തരത്തിലുള്ള ബാറ്റേഴ്സ് ആ ഒരു മധ്യനിരയിൽ ഉണ്ടാകുന്നതിന് പകരം സഞ്ജുവിനെ പോലെ സ്പിന്നേഴ്സിനെ വളരെ സ്വാഭാവികമായി അറ്റാക്ക് ചെയ്ത് കളിക്കാൻ സാധിക്കുന്ന ഒരു ബാറ്റ്സിന്റെ സാന്നിധ്യം ഗുണം ചെയ്യുമെന്നുള്ള ഒരു കാൽക്കുലേഷൻ ആയിരിക്കണം സഞ്ജുവിനെ ആദ്യ ലെവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അത് മാത്രമല്ല, ഒരു വിക്കറ്റ് കീപ്പർ സ്ലോട്ടിൽ എവിടെയും വിക്കറ്റിൽ ഒരു ബാറ്റിംഗ് ഓട്ടിൽ എവിടെയും അദ്ദേഹത്തെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതും ഒരു പക്ഷേ സെലക്ടേഴ്സ് കണക്കൂട്ടിയിട്ടുണ്ടാവും. ഋഷഭ് പന്തിന്റെ സാന്നിധ്യം കുറച്ച് കാണുകയല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും ടോപ്പ് ഓർഡറിൽ ഒരു ഓപ്ഷൻ വരുമ്പോൾ പോലും സഞ്ജു സാംസനെ ഉപയോഗിക്കാമെന്നുള്ളത് സഞ്ജുവിന് അനുകൂലമായിട്ട് ഈ തീരുമാനം മാറിയതിൽ വലിയ പങ്ക് വഹിച്ചു. നമുക്ക് ഈ അന്തിമ 11ൽ സഞ്ജു ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ ഘട്ടത്തിൽ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് അർഹനുമാണ്, അല്ലെ? അല്ല, സത്യത്തിൽ സഞ്ജു നേടിയ റണ്ണുകളേക്കാൾ കൂടുതൽ നേടിയ രീതിയും അദ്ദേഹം നേടിയ സാഹചര്യങ്ങളും ഒരുപക്ഷെ അത്തരത്തിൽ സെലക്ടേഴ്സിനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2 ഓപ്പണേഴ്സിനെ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ടീം അല്പം പരിങ്ങലിൽ സമ്മർദ്ദത്തിലുള്ള സമയത്ത് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സ്വാഭാവികമായ ഷോട്ടുകൾ കളിച്ചുകൊണ്ട് ആ സ്ട്രൈക്ക് റേറ്റിനെ ഉയർത്താനും ആ സമ്മർദ്ദം ടീമിന് മേൽ വരാതിരിക്കാനും ഒക്കെ സഞ്ജുവിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ ലോകകപ്പ് പോലുള്ള വലിയ വേദിയിലേക്ക് പോകുന്ന സമയത്ത് ടീം ഇന്ത്യൻ സെലക്ടേഴ്സ് പരിഗണിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. ഋഷഭ് പന്തിനെയും സഞ്ജുവിനെ ഒരുമിച്ച് ടീമിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ സോണി? അല്ല, വളരെ ബുദ്ധിമുട്ടാണ്. കാരണം 2 വിക്കറ്റ് കീപ്പേഴ്സിനെ ഉൾപ്പെടുത്തുക എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ ഇത്രത്തോളം പ്രതിഭയുള്ള ഒരു ഇന്ത്യൻ ടോപ്പ് ഓർഡറിൽ 2 വിക്കറ്റ് കീപ്പേഴ്സ് വരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു 2 പേരും 2 വളരെ വ്യത്യസ്തമായ രീതിയിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സഞ്ജുവിന്റെ ടോപ്പ് ഓർഡറിൽ അല്ലെങ്കിൽ പവർ പ്ലേ ഓവറുകൾക്ക് ശേഷം മധ്യ ഓവറുകളുടെ തുടക്കത്തിലൊക്കെ തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കുക എന്നുള്ളതാണ് സഞ്ജുവിനെ കൊണ്ട് ടീം ഇന്ത്യ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. മറുഭാഗത്ത് ഋഷഭ് പന്തിനെ പോലൊരു ഭാഗത്താണ് ആ മധ്യ ഓവറുകളുടെ അവസാനവും ആ ഡെത്ത് ഓവേഴ്സും ഒക്കെ തന്നെ മത്സരം വിജയിപ്പിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ടീം ഒരു ബുദ്ധിമുട്ടിലുള്ള സമയത്ത് ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന് മുമ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്ലെയറായിട്ട് ഋഷഭ് പന്ത് ഉണ്ടാകുമ്പോൾ നമ്മുടെ 2008 പോലെ തന്നെ കുറച്ച് പരീക്ഷണങ്ങൾ നമ്മുടെ ടീം ഇന്ത്യ നടത്തിയ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനെയെങ്കിൽ ആദ്യ പേരുകളിലൊന്ന് സഞ്ജു സാംസന്റേതായിരിക്കും. ഇനി ഒരു അല്പം വൈകാരികമായി കൂടെ പറയുകയാണെങ്കിൽ ശ്രീശാന്തിന് ശേഷം ലോകകപ്പ് കളിക്കാൻ പോകുന്നു നമ്മുടെ കേരളത്തിന് വേണ്ടി കളിച്ച നമ്മുടെ സ്വന്തം സഞ്ജു. ഒരു അഭിമാന നിമിഷം, അല്ലേ? യാതൊരു സംശയമില്ല. ഞങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു കയറി വന്ന 16-കാരനെ ഇപ്പോൾ ഞങ്ങളുടെ കൺമുമ്പിൽ വളരെ വ്യക്തമായി ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അദ്ദേഹം ഇത്രത്തോളം ഉയരങ്ങളിലേക്ക് പോവുകയും ഒരുപക്ഷെ മലയാളിയുള്ള വേൾഡ് കപ്പാണ് ടീം ഇന്ത്യ പോകുന്നതെന്നുണ്ടെങ്കിൽ അത് സാധാരണ കൊണ്ടേ വരാറുള്ളൂ എന്നുള്ളതാണ് ഇതിന് മുമ്പുള്ള ചരിത്രം. അത് ശ്രീശാന്തും തെൻഡുൽക്കറും ഒക്കെ അത്തരത്തിൽ മലയാളി വേരുള്ള ആളുകളെന്നൊക്കെ സൂചിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ടീം ഇന്ത്യ കിരീടം കൊണ്ട് ടീം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തും എന്നുള്ള വലിയ പ്രതീക്ഷയും അതിനേക്കാളൊക്കെ ഒരുപാട് അഭിമാനവും ആശ്വാസവും ഒക്കെ തോന്നും. സോണിച്ചേനെ സംബന്ധിച്ചിടത്തോളം സഞ്ജുവായിട്ടൊരു നല്ല ആത്മബന്ധം കൂടി ഉണ്ടല്ലോ, അല്ലേ? സഞ്ജു തന്റെ ആദ്യ സെഞ്ചുറി കേരളത്തിന് വേണ്ടി നേടുമ്പോൾ ഞാനായിരുന്നു ക്യാപ്റ്റൻ. അന്ന് അദ്ദേഹം ആ സെഞ്ചുറി നേടിയ സമയത്ത് ഈ പയ്യൻ അതിന് തൊട്ടുമുമ്പുള്ള സീസണുകളിലൊന്നും അദ്ദേഹത്തിന് വലിയ പെർഫോമൻസുകൾ, അന്ന് വളരെ ചെറിയ പ്രായമേ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നേടിയ രീതിയും അതിനുശേഷം അദ്ദേഹം കളിയെ സമീപിക്കുന്നതും ഒക്കെ വളരെ അടുത്തുനിന്ന് കാണാനും ആസ്വദിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ തിരിച്ച് ഈ ടീമിലേക്ക് വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു സാഹചര്യം എല്ലാ ക്രിക്കറ്റ് ആരാധകനെയും സഞ്ജുവിനെ സ്നേഹിക്കുന്ന എല്ലാവരെയും പോലെ ഒരുപാട് ആശങ്കകളും സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാട് ആശ്വാസമുണ്ട്. ഇനി പ്രതീക്ഷയും ആവേശത്തിന്റെ നാളുകളാണല്ലോ. തീർച്ചയായിട്ടും നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ്. സഞ്ജു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് തന്നെ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം, അല്ലേ? സത്യം.
നന്ദി ശ്രീ സോണി ചെറുവത്തൂർ.